ഇപ്പോൾ നമ്മൾ കേട്ട് വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ. നിങ്ങൾ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന ഒരാളാണോ? സ്ട്രെസ് ലെവൽ കൂടും. നിങ്ങൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഒരുപാട് കഴിക്കുന്ന ആളാണ്, സ്ട്രെസ് ലെവൽ കൂടും. നിങ്ങൾ ഷുഗർ ഒരു പരിധി, ഒരു മിനിമം ഓക്കെ, ഒരു പരിധിക്ക് മുകളിൽ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരാളാണ്, സ്ട്രെസ് ലെവൽ കൂടും. നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണ്, സ്ട്രെസ് ലെവൽ കൂടും. നിങ്ങൾ പുറത്തുനിന്ന് പ്രോസസ്ഡ് ഫുഡുകളും ഈ ഫ്രൈഡ് ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളാണ്, സ്ട്രെസ് ലെവൽ കൂടും. ഇതെല്ലാം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് മാറിയതുകൊണ്ട് ആൾക്കാർ ഇതെല്ലാം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഈ പറഞ്ഞ പോലെ ആൻസൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ്സ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസാണ് ഇതെല്ലാം. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളുടെ ഓഫീസിലുള്ള ജോലി കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് വർക്ക് പ്രഷർ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിലെ പ്രഷർ കൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്നുള്ളത് അല്ല. ഒരു 90% നമ്മൾ കഴിക്കുന്ന ആഹാരം ഇതുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. മറ്റു കാര്യങ്ങൾ വരുന്നില്ല എന്നല്ല, പക്ഷേ ആ ഒരു പ്രഷറിനെ ഈ ഒരു ഫുഡ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ, കണ്ടൻറ്റ് കൂടുമ്പം അതിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഇഷ്യൂസ് ഇപ്പം കോമൺ ആയിട്ട് ആൾക്കാരിൽ കൂടി വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂ. അപ്പം നിങ്ങൾക്ക് ഈ കാരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.